എവരിവൺ. അപ്പോൾ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് ടോപ്പിക് എന്ന് ഉദ്ദേശിക്കുന്നത് അലൈൻമെൻറ്റ്. നമ്മൾ അലൈൻമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് അലൈൻമെൻറ്റിൽ വരിക? ഇപ്പോൾ ഇതിൽ ഞാൻ സ്പിരിച്വൽ ജേർണിയിലേക്ക് പോയതിന് ശേഷം അതിന് മുന്നേ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വലിയ ലോ ഓഫ് അട്രാക്ഷൻ മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ അവരിൽ നിന്നായിരുന്നു ഞാൻ മധുബാലൻ സാറിൽ നിന്നൊക്കെയായിരുന്നു ഞാൻ മൈൻഡ് റിലേഷൻഷിപ്പ് മാസ്റ്ററി. എൻ്റെ ആ സമയത്ത് റിലേഷൻ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. അതുപോലെ ഫിനാൻഷ്യലി കരിയർ വേസൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ടർബുലൻസ് വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ചേഞ്ചസ് വന്നില്ല. അത് സാറിൻ്റെ പ്രശ്നമല്ല. അന്ന് ഞാൻ കരുതിയത് സാറിൻ്റെ പ്രോബ്ലം ആണെന്ന്, ബിക്കോസ് എൻ്റെ ഈഗോ അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുക. പക്ഷേ അതെൻ്റെ പ്രോബ്ലമായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇന്നർ ചൈൽഡ് ഇഷ്യൂസസ് ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആയിരുന്നു എനിക്ക് നേരെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ വളർന്നു വന്ന ചൈൽഡ്ഹുഡ് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതും റിജക്ഷൻസ് ആയിരുന്നു. കാരണം ഫാദർ ആൻഡ് മദറിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ. അപ്പോൾ അതൊക്കെ കാരണം ആരും നമ്മളിലേക്ക് വരില്ല. ഭയങ്കര ചൈൽഡ് അന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു എന്തൊരു ലൈഫാണ് ദൈവം എൻ്റെ, എന്തിനാണ് എനിക്കൊരു ലൈഫ് കിട്ടിയത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതിലൂടെയൊക്കെ കടന്നു വന്നത് കൊണ്ട് എനിക്ക് ഇന്ന് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയാൻ ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്താ ചെയ്യുമോ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും അത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം വന്നത്. നിങ്ങളുടെ ഈ ഒരു സംഭവം മാറ്റും, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു വൂണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ എനിക്ക് പറ്റിയത് എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ളത് കൊണ്ട്. അപ്പോൾ അതിനോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയാറുണ്ട്. അലൈൻമെൻറ്റ്, എല്ലാവരും അലൈൻമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് സക്സസ് സ്റ്റോറി പറയാം കേട്ടോ. ഇവിടെ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിൽ ഞാൻ കുറേ നാളായിട്ട് ഏറ്റവും കൂടുതൽ കരിയർ റിലേറ്റഡ് ആയിട്ട് എഴുതുന്ന മാനിഫെസ്റ്റേഷൻസാണ്. എനിക്കത് അധികം വർക്ക് ആവാതെ ആയത്. ഫിനാൻഷ്യലിയൊക്കെ എനിക്ക് വരുന്നുണ്ട്, പക്ഷെ കരിയറിൻ്റെ ലൈഫ് പർപ്പസ് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഡ്രീം ചെറുതിലേ എനിക്ക് ഡോക്ടർ ആവാന്ന് വെച്ചാൽ എന്താണെന്ന് എൻ്റെ സോള് ഭയങ്കര ക്രേവിങ്ങാണ്. ചാരിറ്റി, മറ്റുള്ളവരെ ഹീൽ ചെയ്യുക, അത് ആ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത്. പക്ഷെ എനിക്കിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാതെ പോലും എനിക്ക് ഹീൽ ചെയ്യാനും കൗൺസിൽ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആ ഒരു കംപ്ലീറ്റ്ലി ഡോക്ടറായിട്ട് ഹോസ്പിറ്റലിൽ ഹീൽ ചെയ്യാനും ഒക്കെ വിസ്ഡംസ് കൊടുക്കാനും ഒക്കെ എനിക്ക് ആഗ്രഹം. അപ്പോൾ ഈ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ് ചെയ്തപ്പോൾ അതിൽ ഒരു മണി ചെക്ക്, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിൽ അറ്റൻഡ് ചെയ്തവർക്കാണ് മണി ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. നമ്മൾ ഡെയിലിയും ചെക്ക് ചെയ്തിപ്പിച്ചിട്ട് നമ്മളെ ഹീൽ ചെയ്യിപ്പിക്കാം, ഷോപ്പ് ചെയ്യിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. യൂണിവേഴ്സൽ സയൻസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. ഞാനത് 19th എഴുതിയതാണ്. എമൗണ്ട് 2,56,000 വരെ എൻ്റെ മണി ചെക്ക് എത്തി. ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തത് എൻ്റെ ഫീസിൻ്റെ കുറച്ച് പേയ്മെൻറ്റ് നിൽക്കുന്നുണ്ട്, അത് പേ ചെയ്യാനും തുടരെ പഠിക്കാനായിരുന്നു. ഇത് 22 ഇന്ന് എനിക്ക് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് 2,56,000 റുപ്പീസ് വരികയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ യൂണിവേഴ്സിലെ കംപ്ലീറ്റ് ട്രസ്റ്റ് കൊടുത്തു. എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള പേഴ്സണായിരുന്നു. വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഞാൻ വിശ്വസിച്ച ആൾക്കാരൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളൂ. ഈവൻ DM ഞാൻ ഇത്രയും ഇഷ്ടപ്പെട്ടാണ്, ഇത്രയും ട്രസ്റ്റ് ചെയ്ത ഒരു പേഴ്സണായിരുന്നു. ആ ഒരു പേഴ്സൺ എന്നെ വിട്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ്. എനിക്ക് പിന്നെ ആരും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഹൃദയത്തിൻ്റെ പാതിയായുള്ള ആൾ വിട്ടുപോയി, മാരീഡായി പോയപ്പോൾ അതൊക്കെ താങ്ങാൻ പറ്റുന്നതിനേക്കാളും ഭയങ്കര അപ്പുറം പെയിനായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ഇതിൽ വന്നു. പക്ഷെ ഞാൻ മിറർ എക്സസൈസ് ചെയ്തിട്ട് ആ ട്രസ്റ്റ് ഇഷ്യൂസ് മാറ്റി കംപ്ലീറ്റ്ലി ഡിവൈനെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് എനിക്ക് മനസ്സിലായി ഡിവൈൻ്റെ അപ്പുറം വേറൊരു ഫോഴ്സ് അല്ലെങ്കിൽ സോഴ്സ് നമ്മളെ കൂടെ ഉണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ പിണങ്ങി പോയി കഴിഞ്ഞാൽ തിരിച്ച് വരില്ല. പക്ഷേ ഡിവൈൻ ഒരിക്കലും നമ്മൾ പിണങ്ങില്ല. നമുക്ക് എപ്പോഴും ബ്ലെസ്സിങ്സ് തന്നുകൊണ്ടിരിക്കും, ക്ലാരിറ്റി തന്നുകൊണ്ടിരിക്കും, സിറ്റുവേഷൻസ് തന്നിട്ട് നമ്മൾ പഠിപ്പിക്കും. കണ്ടോ ഇവിടെയാണ് നിൻ്റെ പ്രോബ്ലം എന്ന് കാണിച്ചു തരുന്നത് ആ ഒരു ഡിവൈനാണ്. അപ്പോൾ എനിക്ക് അന്ന് ആ സക്സസ് എന്താ പറയുക, ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇങ്ങനെ എന്ന് ചിന്തിച്ചു എനിക്കറിയാം ഡിവൈൻ അത് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നടക്കും. കാരണം ഞാൻ അലൈൻമെൻറ്റിൽ എത്തി തുടങ്ങിയെന്ന് എനിക്ക് പല രീതിയിൽ എൻ്റെ കുഞ്ഞു മാനിഫെസ്റ്റേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കും. പണ്ട് ഞാൻ മാനിഫെസ്റ്റേഷൻസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക്
കുഞ്ഞേതൊക്കെ നടക്കൂട്ടെ, ഫുഡൊക്കെ കഴിക്കാനും പെട്ടെന്ന് അമ്മയൊക്കെ വാങ്ങിക്കൊണ്ടുവരാനും പപ്പ വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ വലിയ ആഗ്രഹങ്ങളിലേക്ക് എത്ര എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ബേസായിട്ട് അതാണ് ഞാൻ പറയാൻ വരുന്നത്. നമ്മൾ ബേസായിട്ട് ആദ്യം നമുക്ക് ചേഞ്ചസ് വരുന്ന ഫോർഗീവ്നെസ്, നന്നായിട്ട് ക്ഷമിക്കാൻ പഠിക്കുക, അതുപോലെ സെൽഫ് ലവ്, അതുപോലെ അൺകണ്ടീഷണൽ ലവ്. ഈ 3 കാര്യമാണ് ആദ്യം മാറേണ്ടത്. ഇത് മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എത്ര വലിയ മെൻറ്റർ അല്ലെങ്കിൽ എത്ര വലിയ ഹീലർ തരുന്ന മെഡിറ്റേഷൻസ് ചെയ്താലും നമുക്ക് മാറ്റം വരില്ല. എന്തുകൊണ്ടത് അവരുടെ പ്രശ്നമല്ല, നമ്മുടെ ഉള്ളിൽ ചേഞ്ചസ്, നമ്മുടെ ആദ്യത്തെ ആ ഫോർഗീവ്നെസ് ചെയ്യാനുള്ള മനസ്ഥിതി നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന എനർജീസ് ഒന്നും നമ്മുടെ ശരീരത്തേക്ക് DNA എൻ്റർ ആവില്ല. ആദ്യം നിങ്ങൾ ഫോർഗീവ്നെസ് ഒരു 90 ദിവസമെങ്കിലും ഫോർഗീവ്നെസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഡെയിലി ഹാബിറ്റ് പോലെ, ഡെയിലി ഫുഡ് കഴിക്കുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ പറ്റാത്തവർക്ക് പറയാം, എഴുതുന്നത് വളരെ നല്ലതാണ് കേട്ടോ. സബ് കോൺഷ്യസ് ബ്രെയിൻ പെട്ടെന്ന് എഴുതുമ്പോൾ അറിയാം നമ്മുടെ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യും, പെട്ടെന്ന് എഫക്റ്റ് ആവും. അതുപോലെ സെൽഫ് ലവ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നർ ചൈൽഡ് ഇഷ്യൂസൊക്കെ ഇങ്ങനെ സർഫേസിലേക്ക് വന്ന് അതിങ്ങനെ ഹീലായി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഫ്രീ ആയി നിങ്ങൾ ഭയങ്കര ഇന്നർ പീസിലെത്തും. ഈ ഇന്നർ പീസിലെത്തുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർന്നു. ഓക്കെ, ഈ ഇന്നർ പീസിലെത്തുമ്പോൾ വൈബ്രേഷൻസ് ഉയർന്നല്ലോ. അപ്പോൾ ഈ ഉയരുന്ന സമയത്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻസ് ചെറുതായിട്ട് ആഗ്രഹിച്ചാൽ പോലും, ഞാനിപ്പോൾ മാനിഫെസ്റ്റേഷൻ ഫുൾ മൂണൊക്കെ വരുമ്പോൾ എഴുതാറില്ല കേട്ടോ. ഞാനിങ്ങനെ മാനിഫെസ്റ്റേഷൻ, ഞാൻ മെഡിറ്റേഷൻ മ്യൂസിക് വെച്ച് ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യും. ചിലപ്പോൾ ഞാൻ ഡാൻസ് ചെയ്തിട്ടാണ്, ഡാൻസ് ചെയ്യുന്നു, ആ സമയത്ത് വിഷ്വലൈസേഷൻ ചെയ്യുന്നു. യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച്. എൻ്റെ ലൈഫിൽ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എൻ്റെ ആഗ്രഹം നടക്കുന്ന ഒരുപാട് ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്, എവിടെ താങ്ക് യു പറയാൻ കിട്ടുന്ന ഒരു സാഹചര്യം പോലും ഞാൻ മുടക്കാറില്ല. ഇന്നെനിക്ക് ഭയങ്കര സക്സസ്, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം ഞാൻ ആ ആഗ്രഹിച്ച സംഭവം 3 ദിവസം പോലും എടുത്തില്ല എന്ന് പറയുമോ, അപ്പോഴേക്കും സെറ്റായത്. അതാണ് പറയുന്നത്, നമ്മളെ അലൈൻമെൻറ്റിലേക്ക് എത്തണം. അപ്പോൾ ഈ ഒരു ട്വിൻ ഫ്ലെയിം, ഞാനൊരു ട്വിൻ ഫ്ലെയിം ജോലിയിൽ പോകുന്ന ഒരു ഡിവൈൻ ഫെമിനിനാണ് അല്ലേ. എനിക്ക് എൻ്റെ കരിയർ ഇതൊക്കെ ബ്ലോക്ക്ഡായിരുന്നു, ഇപ്പോൾ അതൊക്കെ ഓപ്പണായി വരുന്നത്. ഞാൻ എന്താ ചെയ്തത്, പ്രത്യേകിച്ച് പൂജയോ മന്ത്രമോ ഒന്നുമല്ല. ഞാൻ എൻ്റെ സെൽഫ് ലവ് കുറവായിരുന്നു. ഞാൻ എൻ്റെ സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്തു. എൻ്റെ ഇന്നർ ചൈൽഡിന് ഓരോ നിമിഷവും ഇന്നർ ചൈൽഡിന് ഹാപ്പി ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇന്നർ ചൈൽഡിനെ എത്രയും നിങ്ങൾ ഹാപ്പി ആക്കുന്നു അത്രയും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കും. അതെങ്ങനെ, എവിടുന്ന് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പോൾ ലോട്ടറി അടിക്കുന്ന ആൾക്കാരൊക്കെ അവർ ലോട്ടറി അടിക്കുമെന്ന് കരുതിയിട്ടില്ല, ജസ്റ്റ് അവർ എടുത്തു നോക്കുന്നതാണ് ഒരു അല്ലേ. അപ്പോൾ ആ ഒരു മിറാക്കുലസ്ലേ, ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരു ഇൻസിഡൻറ്റ് പറയാം കേട്ടോ. ശരിക്കും ഈ ലോട്ടറി അടിക്കുന്നതിനും ഒരു സയൻറ്റിഫിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, എൻ്റെ അച്ഛൻ്റെ ചേട്ടനും അതുപോലെ മാമനും 2 പേർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലി 2 പേർക്ക്, പിന്നെ അമ്മാമ്മയുടെ സൈഡിലും ഇതുപോലെ 3 പേർക്കാണ് ഫാമിലിയിൽ ലോട്ടറി ഫസ്റ്റ് പ്രൈസ്. ഒരാൾക്ക് 1 കോടി പിന്നെ ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ അടിച്ച ആൾക്കാർ ഒരാളുടെ വീട് ആയി നിൽക്കുന്ന സമയത്താണ് ലോട്ടറി അടിച്ചത്. നോക്കൂ, അതാ പറയുന്നത്, നമ്മൾ ഈ ആൻസിസ്റ്റർ ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹീലിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആൻസിസ്റ്റേഴ്സിന് ഒന്ന് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ ലക്കും കൂടി ഉണ്ട് അവിടെ. പിന്നെ നമ്മളുടെ ഒരു ബ്ലെസ്സിങ്സ്, നമ്മൾ എപ്പോഴേലൊക്കെ ഏതെങ്കിലും ലൈഫിൽ നിന്ന് ബ്ലെസ്സിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് അതിലൊക്കെ സാഹചര്യങ്ങളൊക്കെ കടന്നു പോകാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ കംപ്ലീറ്റ് ട്രസ്റ്റ്. ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് വലിയൊരു മിറാക്കിളാണ്. നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് റീഡിങ്സിന് വരുമ്പോൾ അവർക്ക് എല്ലാ രീതിയിലും മെഡിറ്റേഷൻസും കാര്യങ്ങളും അറിയും. 3-4 കൊല്ലമൊക്കെ ആയിട്ട് ചെയ്യുക, എന്നിട്ടും അവർക്ക് ഒരു ചേഞ്ചുമില്ല. അപ്പോൾ എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് ചേഞ്ച് ഇല്ലാത്തത്? ബിക്കോസ് നിങ്ങൾ അലൈൻമെൻറ്റിൽ അല്ല. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ സോഴ്സിന് വിശ്വാസമില്ല. നിങ്ങൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സ് പറയും ഇപ്പോൾ നടന്നത് തന്നെ. അതാണ് മൈൻഡ്, ബോഡി, സോൾ. ഇത് ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് വീഡിയോ, ട്രിനിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ സോളിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഈ ഹീലിങ്സ് ചെയ്യുന്നത്. അപ്പോൾ മൈൻഡ് ചോദിക്കും ഇതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കും, നിങ്ങൾക്ക് വിശ്വാസം, ഇതൊക്കെ വെറുതെ സമയം കളയാണ് മടക്ക മനസ്സ് പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ശരിയാണ് തോന്നുന്നത്, ഒന്നും ഞാൻ ഹീൽ ചെയ്തിട്ടൊന്നും കാണാനില്ല നിങ്ങൾ പറയും. അപ്പോൾ ബോഡിയിലേക്കും അതിൻ്റെ എഫക്റ്റ് വരും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ എനർജി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലേക്ക് ഹെൽത്ത് കണ്ടീഷൻസ് വരും. നമ്മൾ സോളിൽ ഒരു ഹീലിങ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ മൈൻഡ് ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത്, എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ യൂണിവേഴ്സിലേക്ക് സറണ്ടറാണ്, എനിക്ക് ആ ട്രസ്റ്റ് ഉണ്ട്, എനിക്കറിയാം എൻ്റെ യൂണിവേഴ്സ് എന്നെ ഹീൽ ചെയ്ത് തരുമെന്ന് കംപ്ലീറ്റ് ട്രസ്റ്റ് ഉണ്ട്, നീ എന്ത് പറഞ്ഞാലും എനിക്കത് മൈൻഡിൽ ക്യാൻസൽ എന്ന് പറയും. അപ്പോൾ മൈൻഡ് പിന്നെ മിണ്ടാതെയോ. അപ്പോൾ ബോഡി
ആ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് അത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഹെൽത്തും വളരെ വർദ്ധിക്കുകയാണ് ചെയ്യുക. അതാണ് ഈ മൈൻഡ് ബോഡി സോൾ കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഹീലിങ്സ് ചെയ്യുമ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞു, ചേച്ചി ഞാൻ സബ് കോൺഷ്യസിൽ ആദ്യം വരുമ്പോൾ എനിക്ക് അത്ര ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇത് നടക്കുമെന്ന് ചിന്തിച്ചിട്ട്. കാരണം ആ കുട്ടി വേറൊരു കോഴ്സും കൂടി 2 കോഴ്സ് അത്രയും വന്നത്. അപ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം ഭയങ്കര കൺഫ്യൂഷനിൽ തോന്നി. പിന്നെ ഇത് ചെയ്ത് നോക്കാം എന്ന് കരുതി. പിന്നെ അവൾക്ക് എൻ്റെ അടുത്ത് നിന്ന് റീഡിങ്സ് എടുക്കുന്നത് കൊണ്ട് ട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഹീലിങ്സ് എത്രത്തോണ്ട് വർക്കാവുന്ന അത്ര ഡൗട്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹീലിങ്സ് ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞു വളരെ എന്താ പറയുക ഭയങ്കര ആ വോയിസിൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ അത്രയും ഇന്നർ പീസാണ്. അത്രയും മാറ്റം വന്നത്. ഞാൻ ഈ ഡിസിഷൻസ് വളരെ റൈറ്റായിരുന്നു ഞാൻ എടുത്തത്. ഞാൻ ആ ഒരു കോഴ്സ് ചെയ്യാതെ ഇതിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് എൻ്റെ ലൈഫിൽ വളരെ കാര്യങ്ങൾ ചേഞ്ചസാണ് വന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ട്രസ്റ്റാണ് വേണ്ടത്. ട്രസ്റ്റ് ഇല്ലെങ്കിൽ ചിലവർക്ക് ലൈവ് റീഡിങ് ചെയ്യുമ്പോൾ പറയാറുണ്ട് ട്രസ്റ്റ് ചെയ്യൂ, കണക്ഷനെ ട്രസ്റ്റ് ചെയ്യൂ, എന്നെയൊന്നും ട്രസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. കാരണം ഡിവൈൻ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണി ആണെങ്കിൽ ഡിവൈൻ്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നടക്കുന്നത്. കാരണം ഡിവൈനാണ്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഈ ജേണിയിലേക്ക് വരുന്നതിന് മുന്നേ ഡിവൈൻ ചെയ്തൊരു പണി എന്താണെന്ന് പറയുക, എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ബിസിനസ് കംപ്ലീറ്റ്ലി 0 ആക്കി വെച്ചു. പിന്നെ ഞങ്ങളെങ്ങനെ ജീവിക്കും ഒരു മാർഗ്ഗവും. ആ സമയത്താണ് എൻ്റെ സോൾ പർപ്പസിലേക്ക് എനിക്ക് കടക്കാൻ തോന്നുന്നതും ഞാൻ ഹീലിങ്ങിലേക്ക് വരുന്നതും. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിനെ റീഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതുപോലെ അവർക്ക് വന്നു തുടങ്ങി. ഇപ്പോൾ അവർ പറഞ്ഞു നിനക്ക് എന്തോ സൈക്കിക് എബിലിറ്റി. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് 2 പേര് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് അവർ പറയുന്നുണ്ടായിരുന്നു. അവർ 14 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. നിൻ്റെ അന്നുണ്ടായിരുന്ന ശബ്ദം ഇപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഹീലിംഗ് ആണ് കേട്ടോ എന്നാൽ അവർ പറയാം. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് വരും. കാരണം ആ ഡിഫറൻസസ് വന്നു. ആ ഡിവൈൻ ഫെമിനിൻ ആ ശക്തി എനർജി അങ്ങോട്ട് ഉണർന്നിട്ടുണ്ട്. ആ ഉണർന്ന സമയത്ത് എന്തു പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് വരും. എനിക്ക് ചില കാര്യങ്ങൾ ചിലവർക്ക് റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ്. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ട് ജർമ്മനിക്ക് പോകുന്ന കാര്യം റീഡ് ചെയ്ത് കൊടുത്തു. അത് കറക്റ്റ് അവർക്ക് എത്രയോ ഒരു ഓഫീസിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. ലക്ക് അവർ പറഞ്ഞു ഒരു ഭാഗ്യം കൂടി വേണം കേട്ടോ നിൻ്റെ പേപ്പേഴ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും പേരുള്ള കൊണ്ട് നീ തന്നെ പോകണമെന്ന് പറയാൻ സാധിക്കില്ല. ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ പോകാൻ സാധിക്കും. വിത്തിൻ 2 വീക്സിനുള്ളിൽ പോവും വേണം, അവിടെ ജോയിൻ ചെയ്യും വേണം. അവൾക്കത് കിട്ടി. അതവൾ എനിക്ക് മീൻസ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്. 1 ഇയർ മുന്നേ ആട്ടോ റീഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അധികം കോൺടാക്റ്റ് ഇല്ല, ബിസി ആണല്ലോ 2 പേര്. അങ്ങനെ കുറേ പേർക്ക് ഈ റീഡിങ്സ് ആയി പോകുന്നുണ്ട്. കാരണം അത് ഡിവൈൻ ചൂസ് ചെയ്തതാണ്, സൈക്കിക്കായിട്ട് കിട്ടിയതാണ് സോൾ പർപ്പസ്. കാരണം എൻ്റെ കുറേ കർമ്മ ഉണ്ടായിരുന്നു. ഈ കർമ്മ റിലീസ് ചെയ്യണമെങ്കിൽ എനിക്ക് തന്നത് ഈ സോൾ പർപ്പസ്. എനിക്ക് ഓരോ പ്രാവശ്യം ഓരോരുത്തർ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നും എന്തിനാണ് ഞാൻ ഈ സോൾ പർപ്പസ് എടുക്കുക. ചിലവർക്ക് റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് വിശ്വസിക്കില്ല. ചിലപ്പോൾ എന്നെ ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചൂടായി പോകുന്നവരുണ്ട്. പക്ഷേ ലേറ്റർ അവർക്കത് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് സോറി പറയുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിക്കും യൂണിവേഴ്സ് ഞാൻ ലൈഫ് പർപ്പസുമായിട്ട് ഡോക്ടറായിട്ട് ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യേണ്ടത് ഞാൻ എന്തിനാണ് ഇങ്ങനെ അറിയാതെ ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഏതൊക്കെ കൺട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഹീൽ ചെയ്യേണ്ട ആവശ്യം അവരുടെ ചീത്തയും ഞാൻ കേൾക്കണം എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് യൂണിവേഴ്സിന് ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പോൾ യൂണിവേഴ്സിൻ്റെ അതിലേക്ക് പിന്നെയും കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ ട്വിൻ ഫ്ലെയിം ജേർണി ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടും എന്നെക്കൊണ്ട് വയ്യ യൂണിവേഴ്സ്. ഞാൻ റിജക്ഷൻസ് അനുഭവിച്ചൊരു വിധമായിട്ടുണ്ട്. എനിക്ക് ഇനി പറ്റില്ല, എനിക്ക് ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ രീതിയിൽ പൊക്കോളെ എന്ന് കരുതി ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ ലൈഫിലേക്ക് ഞാൻ എൻ്റർ ചെയ്ത് പോകുമ്പോൾ അപ്പം എൻ്റെ DM വരും. എന്നെ ഒരു രീതി അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ജേർണി കംപ്ലീറ്റ്ലി ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സാണ്. ഞാനവിടെ നിന്ന് കൊടുക്കും. ഞാൻ കരുവാണെന്ന് പറയാം. ചെസ്സൊക്കെ കളിക്കുമ്പോൾ ആ ഒരു സാധനമില്ല, അതാണ് ഞാൻ. യൂണിവേഴ്സാണ് പ്ലേ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റിലേക്ക് വരിക. അതാണ് ഞാൻ പറഞ്ഞത്. അലൈൻമെൻറ്റിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായി പല രീതിയിൽ പല സ്റ്റോറീസ് ആയിരിക്കും. പക്ഷേ എല്ലാം പറയുന്നത് നിങ്ങളുടെ അലൈൻമെൻറ്റിലല്ല. നിങ്ങളുടെ ലൈഫ് ബ്ലോക്ക് ആണെങ്കിൽ പറഞ്ഞ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ടുള്ള അലൈൻമെൻറ്റിലല്ല. യൂണിവേഴ്സ് 10ാം നിലയിൽ നിൽക്കണം, നിങ്ങൾ 1ാം നിലയിൽ നിന്നിട്ട് നിങ്ങളെ ചോദിക്കുന്നത് എനിക്ക് ഈ കാറ് വേണം, എനിക്ക് ആ ഒരു പേഴ്സണെ വേണം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന് എങ്ങനെ നിങ്ങൾക്ക് തരാൻ സാധിക്കുക? നിങ്ങൾ അവിടേക്ക് എത്തേണ്ട. അപ്പോൾ റേസ് യുവർ വൈബ്രേഷൻസ്. നിങ്ങളുടെ വൈബ്രേഷൻസ് നിങ്ങൾ റേസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സബ് കോൺഷ്യസ് ഹീലിങ്ങിൽ വരുമ്പോൾ എല്ലാം നിങ്ങളുടെ വൈബ്രേഷൻസ് എങ്ങനെ റേസ് ചെയ്യണം എന്നുള്ള 101 വേസ്. ഞാൻ എൻ്റെ അടുത്തേക്ക് ഹീലിങ്സിന് വരുമ്പോൾ സബ് കോൺഷ്യസ് വരുമ്പോൾ ഓരോരുത്തരുടെ ഓരോ അനുസരിച്ചിട്ടാണ് സ്കാനിങ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ടാസ്കുകൾ കൊടുക്കുന്നത്. കാരണം ചിലർ ഇന്നർ ചൈൽഡായിരിക്കും മെയിനായിട്ട് ഉണ്ടാകുക. അപ്പോൾ അവർക്ക് ഇന്നർ ചൈൽഡ് മാറുന്ന ടാസ്കുകളെ കൊടുക്കും. ചിലവർക്ക് ഇന്നർ ചൈൽഡ് കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അവരുടെ ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കോൺഫിഡൻസ് ഇല്ലാത്തായിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഹീലിങ്സാണ് കൊടുക്കുക. അങ്ങനെ പലരും വന്ന് പല ടൈപ്പിലാണ്. മനസ്സിലായോ?
അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യണം, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്ന് അതുപോലൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ആസ് എ പേഴ്സൺ ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചില സ്പിരിച്വലി പോകുന്ന ആൾക്കാർ പറയാറുണ്ട് ചില മെഡിറ്റേഷൻസ് ദിവസങ്ങളിൽ ഈ 2 ദിവസം ചെയ്യാൻ പാടൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടായിട്ടുമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആസ് എ ഞാനെപ്പോഴും എനിക്ക് ഈ 7 ദിവസം എന്ന് പറഞ്ഞാൽ 7 ദിവസം പ്രത്യേകതയുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം നല്ലത് അങ്ങനെ ഞാൻ കാണാറില്ല. അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫാണ്. ഇപ്പോൾ എത്ര പേര് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിന്ന് മലയാളം ചാനൽസ് ട്വിൻ ഫ്ലെയിം റിയൂണിയൻ ആയ ആൾക്കാർ പറയുന്നുണ്ട്. അവരെപ്പോഴെങ്കിലും അവരുടെ സ്റ്റോറീസ് പറയുന്നുണ്ടോ? അവർ DMൻ്റെ സ്റ്റോറീസ് പറയുന്നുണ്ടോ? ഞാൻ കംപ്ലീറ്റ്ലി ഫിസിക്കൽ യൂണിയൻ ആയിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ബിക്കോസ് എനിക്കതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഫിയർ ഫാക്ടർ ഉണ്ട്. എന്തുകൊണ്ടവർ പറയാത്തത്? അവർക്ക് പേടി, അത് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ആവുമോ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ കംപ്ലീറ്റ്ലി ട്വിൻ ഫ്ലെയിം ആണോ അതോ കംപ്ലീറ്റ്ലി ഒരു ഹീലായെന്ന് പറയാൻ സാധിക്കും. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ കംപ്ലീറ്റ്ലി യൂണിയൻ ആയവർക്ക് ഒരു പേടി ഉണ്ടാവും. ഇനിയിപ്പോൾ DM സെപ്പറേറ്റഡ് ആയി പോയാലും അവർ കണ്ടൻറ്റ് ആയിട്ടുണ്ടല്ലോ, അതല്ലല്ലോ. അവർ ഹീലായിട്ടുണ്ടെങ്കിൽ സെപ്പറേഷൻ വന്നാലും എന്താ അവർ എഫക്റ്റ് ചെയ്യുമോ? അതാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് ചാനൽസ് അല്ലെങ്കിൽ ഹിന്ദി ചാനൽസൊക്കെ അവർക്ക് പേടിയൊന്നുമില്ല. അവരുടെ DMൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഗൈഡൻസസ് കൊടുക്കുന്നുണ്ട്. ഒരു പ്രജ്ഞ ഉണ്ട്, അവരുടെ DM മരണപ്പെട്ടു പോയി, എന്നാൽ പോലും അവരുടെ വീഡിയോൻ്റെ ബാക്കിൽ അവർ മാരീഡാണ്, 2 പേരും മാരീഡാണ്. പക്ഷേ അവർ സൊസൈറ്റി ഫിയർ ഇല്ല, അവർ നല്ല രീതിയിലാണ് ഗൈഡ് ചെയ്യുന്നത്. ഞാൻ ചില സമയത്തൊക്കെ അവരുടെ വീഡിയോസ് കേൾക്കാറുണ്ട്, ഭയങ്കര ഇൻസ്പയറിങ് ആണ്. കാരണം DM മരണപ്പെട്ടു പോയിട്ടും 3 years മുന്നേ, പക്ഷെ അവർ അവിടെ സോൾ പർപ്പസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ സോളിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ സാധിക്കും. അവരുടെ ഫോട്ടോന് ബാക്കിൽ DMൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത്രയും പോലും ചെയ്യുന്നുണ്ട്. എത്ര നമ്മൾ ട്വിൻ ഫ്ലെയിംസാന്ന് പറയുന്നവർ എത്ര പേര് അവരുടെ ഫേസ് പോലും കാണിക്കുന്നില്ല. അതൊക്കെ എന്താ, അവർ ഇനിയും ഹീലാവാനുണ്ട്. എനിക്കതാണ് മനസ്സിലായത്. എനിക്കൊരു പ്രാവശ്യം ഇതുപോലെ ഒരു പേഴ്സൺ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്റ്റോറീസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യരുത്. ഏതോ ചാനലിൽ ഒരു മാഡം ഇതുപോലെ ഷെയർ ചെയ്തിട്ട് അവർക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ലൈഫിലത്തെ പ്രശ്നങ്ങൾ മാറിയത്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നു. ബിക്കോസ് എന്നെ ഡിവൈനാണ് ഈ ജേർണിയിലേക്ക് നയിച്ചത്. ഞാൻ എന്തു പറഞ്ഞു, എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. അത് പറഞ്ഞത് കൊണ്ട് എനിക്ക് എന്ത് നെഗറ്റീവാണ് ഉണ്ടാവുന്നത് ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ ഡിവൈൻലി ഗൈഡാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന പേഴ്സണലി. അങ്ങനത്തെ കുറച്ച് ടാബൂസൊക്കെ ഇല്ലേ, റിലീജിയസ് ആയിട്ട് അത് പറയാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, പീരീഡ്സ് സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെയല്ല. എനിക്ക് റിലാക്സേഷൻ അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. എനിക്ക് പീരീഡ്സ് സമയത്താണ് കൂടുതൽ എൻ്റെ എനർജി ഇറേസ് ആവാറും ഞാൻ കൂടുതലും ഡാൻസ് ചെയ്യുന്നതിന് ക്രിയേറ്റീവായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നത് എനിക്ക് എൻ്റെ പീരീഡ്സ് സമയത്താണ്. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിട്ടില്ല. ഞാൻ ചിലപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്ത് ഇപ്പോൾ ടെമ്പിൾസിലൊക്കെ പോകാറുണ്ട്. അതെൻ്റെ വിശ്വാസം, എൻ്റെ ബിലീഫാണ്. എന്നോട് ദൈവകോപങ്ങളോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. അതൊക്കെ നമ്മുടെ വിശ്വാസം, ബിലീഫ്, ട്രസ്റ്റ്. യൂണിവേഴ്സിനെ യൂണിവേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല പീരീഡ്സ് സമയത്ത് അങ്ങനെ പോകുന്നതൊക്കെ നമ്മളുടേതായിട്ടുള്ള ഹ്യൂമൻസിൻ്റെ കുറേ നെഗറ്റീവ്സ്. ഇതൊക്കെയാണ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കേണ്ടത്. ചിലവർ വരുമ്പോൾ പറയും ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് അറിയാതാണ് ഞാൻ വരുന്നത് ഹീലിങ്ങിന്. ഞാൻ പറയും വേണ്ട, ഇവിടെ നമ്മൾ ഹീലിങ്സാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ പരിപാടികളല്ല ഭർത്താവ് അറിയാതെ ചെയ്യണം. നിങ്ങൾക്ക് സെൽഫ് വൈസ് നിങ്ങൾക്ക് എൻ്റെ സെൽഫ് വർക്കാണ് പറഞ്ഞു തരുന്നത്. ഞാൻ അങ്ങനത്തെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറില്ല. അതുപോലെ തന്നെ ചിലവർ ചുമ്മാ ഡെയിലി റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അവർക്കൊന്നും ഞാൻ റീഡ് ചെയ്ത് കൊടുക്കാറില്ല. കാരണം അവർ ഹീലാവാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ കോഡിപ്പെൻഡൻസിയാണ്. അതല്ലേ കാര്യം. എനിക്ക് പൈസ കിട്ടുമ്പോൾ എനിക്ക് എന്നും റീഡ് ചെയ്ത് കൊടുത്താൽ എനിക്ക് പൈസയല്ല. എൻ്റെ അടുത്ത ടാസ്ക് മീൻസ് എനിക്ക് കിട്ടിയ ഈ ക്ലാരിറ്റി വരുന്നവർക്ക് ഹീൽ ചെയ്ത് അവർക്ക് അവരുടെ ഇൻഡിപെൻഡൻസ് നിർത്താൻ പഠിപ്പിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ അലൈൻമെൻറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ പൊട്ട ചിന്തകൾ, കോൺഫിഡൻസ് ഇല്ലായ്മ. ആദ്യം ചെയ്യേണ്ടത് ഇതിലൊരു മാജിക് 7 days ഒരു പ്രാക്ടീസസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ മാജിക് പ്രാക്ടീസ് ചെയ്യേണ്ടത് 7 ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ. ബിക്കോസ് ബാക്കി കുറേ പേരൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇത്ര സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. എന്ത് കാര്യമുണ്ട്? വേണ്ടവർക്കല്ലേ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ കരുതി വേണ്ടവർക്ക് അത് ചെയ്യുന്നുണ്ട്, വെറുതെ സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മെഡിറ്റേഷൻസ് കുറേ ഞാൻ പോസ്റ്റ് ചെയ്യാത്ത. കാരണം വെറുതെ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമല്ല. വെറുതെ പോസ്റ്റ് ചെയ്തിട്ട് അത് എൻ്റെ സമയം വെറുതെ കളഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു 1 ways of
വൈബ്രേഷൻ റേസ് ചെയ്യുന്ന കുറേ 101 പോയിന്റ്സ് ഉണ്ട്. ഞാൻ കരുതിയത് അപ്ലോഡ് ചെയ്യാൻ, പിന്നെ ഞാൻ കരുതി ഒരു 10 വായിക്കുമ്പോഴേക്കും ബാക്കിയുള്ളവർക്കും അത് മതി. അപ്പോൾ ആർക്കാണ് ജെന്യുവൻലി വേണ്ടത് അവർക്ക് ഞാനത് ഹീലിങ്സിന് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒന്നും പോസ്റ്റ് ചെയ്യില്ല. ടാരോ റീഡിങ്സും ഇതുപോലെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളും ട്വിൻ ഫ്ലെയിം റിലേറ്റഡൊക്കെ ആയിട്ടാണ്. അത് എപ്പോഴും ട്വിൻ ഫ്ലെയിംസ് ഞാൻ ചെയ്യില്ല, കാരണം ഈ ട്വിൻ ഫ്ലെയിംസിനെ കേൾക്കുമ്പോൾ കൂടുതൽ വ്യൂസ് വരുന്നുണ്ട്. എനിക്ക് വ്യൂസ് കിട്ടും, പക്ഷെ അതല്ല, കുറേ പേര് അതിലേക്ക് അഡിക്റ്റഡ് ആവുകയാണ്. അപ്പോൾ അഡിക്ഷൻ വേണ്ട എന്നാണ് എനിക്ക് ഓരോ ദിവസവും എനിക്ക് കൂടുതൽ ക്ലാരിറ്റീസ് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അലൈൻമെൻറ്റിലേക്ക് വരൂ. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള പൊട്ട ചിന്തകൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പാരൻസ്, എൻ്റെ പാരൻസിൽ നിന്ന് കിട്ടിയത്. എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ അച്ഛനൊക്കെ ഭയങ്കര ജന്മിയായിരുന്നു, അത്രയും സ്വത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വിറ്റ് കൊടുത്തു, പിന്നെ അങ്ങോട്ട് അത് ആ ഫിനാൻഷ്യലി കുറച്ച് ഇതൊക്കെ വന്നു. അപ്പോൾ അവരുടെ ഇതിൽ പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് എന്താണ് പൈസ ചിലവാക്കാനൊക്കെ ഭയങ്കര പിശുക്കം തന്നെ പറയാം. അത് കൂടിയപ്പം ആ ഒരു സംഭവം ഇങ്ങനെ അമ്മയിൽ നിന്ന് എന്നിലേക്ക് വന്നു. പക്ഷെ അതെനിക്ക് മനസ്സിലായി, പൈസ വേണ്ടോർത്ത് ചിലവാക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു മണി സ്റ്റാഗ്നൻ്റ് ആണ്. ഇന്ന് അവർക്ക് ഓവറായിട്ട് പൈസ ഇല്ല, എന്നാൽ എന്താ പറയുക, അധികം വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടോ വെച്ചാൽ ഇല്ല. കാരണം കൊടുക്കാൻ പേടിയാണ്, പൈസ കൊടുക്കുമ്പോൾ പോകുമ്പോൾ. കാരണം പണ്ട് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഇന്നർ ചൈൽഡ് വൂൺസൊക്കെയാണ് ഉള്ളത്. അത് ഞാൻ മനസ്സിലാക്കി, അത് എന്നിലേക്ക് ഞാൻ പാസ് ചെയ്യാൻ സ്വീകരിച്ചില്ല. എൻ്റെ ഇന്നർ ചൈൽഡ് ഞാൻ ഹീൽ ചെയ്തു. എൻ്റെ കോൺസെപ്റ്റിൽ പൈസ വേണ്ടവർക്ക് കൊടുക്കാം. ഇപ്പം നമ്മളെ വീട്ടിൽ ജോലിക്കാരെയൊക്കെ നിർത്തുന്നത് നല്ലതാണ്. കാരണം എന്തുകൊണ്ടാണ്, അവർക്കും ജീവിക്കണം അല്ലേ. അപ്പോൾ നമ്മളൊരു ജോലി കൊടുക്കുമ്പോൾ അവരുടെ ഫാമിലിയിലും ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പാണ് നമ്മൾ അവരും ഇൻഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യണം. നമുക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, മനസ്സിലായി. അപ്പം അങ്ങനെ നമ്മളുടെ യൂണിവേഴ്സ് എപ്പോഴും പറയുന്നത് നിങ്ങൾ പറ്റുന്നിടത്തോളം മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനാണ് ചെയ്യുക. കാരണം അതിലൂടെ അവരുടെ ഫാമിലി ലൈഫും ഇമ്പ്രൂവ് ആവുകയാണ്, മനസ്സിലായോ. അപ്പോൾ ആവശ്യത്തിന് വേണ്ടി പൈസ യൂസ് ചെയ്യാം. ചാരിറ്റി ചെയ്യുമ്പോഴും അർഹിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുക്കുക. വെറുതെ കുറേ പേർക്ക് കൊടുത്തിട്ട് അവർക്ക് നന്ദിയില്ലെങ്കിൽ ആ പൈസയുടെ എനർജി നിങ്ങൾക്കും ബ്ലോക്കേജസ് വരും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് വീക്ഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എന്ത് പ്രവൃത്തിയാണ് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജസ് വരുന്നതെന്ന്. അർഹിക്കാത്തവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പൈസ മാത്രമല്ല കേട്ടോ, സ്നേഹമാണെങ്കിലും കെയറിങ് ആണെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സ്നേഹം നിങ്ങളെ സ്നേഹിക്കാതെ മറ്റുള്ളവർ സ്നേഹിച്ച് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നല്ല രീതിയിൽ ചീറ്റിങ്ങോ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ച സെൽഫ് ലവാണ് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, എൻ്റെ ഇന്നർ ചൈൽഡ് ഹാപ്പിയാണ്. അപ്പോൾ ഇന്നർ ചൈൽഡ് എങ്ങനെ ഹാപ്പി ആക്കുക, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അത് കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ തോന്നുന്നു, അല്ലെങ്കിൽ മഴ. ഇപ്പോൾ കുറച്ച് 3 ദിവസങ്ങൾക്ക് മുന്നേ മഴ പെയ്തപ്പോൾ ഞാൻ ഇറങ്ങി നിന്ന് മഴ നനഞ്ഞ് ഡാൻസൊക്കെ ചെയ്തു. എൻ്റെ ഇന്നർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. ആരെയും നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ ചിന്തിക്കുകയോ മറ്റുള്ളവർ എന്നെ കണ്ട് എന്ത് പറയും അതിലൊന്നൊരു കാര്യമില്ല. നമ്മൾ മാക്സിമം നമ്മളുടെ ഇന്നർ നമ്മളുടെ ലൈഫാണ്, ഇവരെയൊന്നും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ പറയാനുള്ളത് അലൈൻമെൻറ്റിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ റിലാക്സ്ഡ് ആവാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ പാരൻസിൻ്റെ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും, ആ ഒരു പാരൻസിൻ്റെ ഇഷ്ടം നോക്കിയിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുക. അതുപോലെ നല്ല ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഡാൻസ് ചെയ്യുക, റിലാക്സ്ഡ് ആവുക. ഒരു ഡേ സൺഡേയോ സാറ്റർഡേയോ നിങ്ങൾ സെലിബ്രേഷന് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും വരും. ഓക്കെ, അതുപോലെ നമ്മുടെ കൈയിൻ്റെ വിരൽ പോലെയാണ് അല്ലേ, 5 വിരലുണ്ട്, 5 വിരൽ 5 തരം പോലെ തന്നെ എന്തിനാണ്ട് നമ്മുടെ വിശ്വാസം. അതെനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ അടുത്ത് ഹീലിങ്ങിന് വരുമ്പോൾ മെഡിറ്റേഷൻസ് കൊടുക്കുമ്പോൾ ചോദിക്കും ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആവുന്നത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത്, ആ സമയത്ത് പ്രകൃതി ഉറങ്ങുന്ന സമയം, അപ്പോൾ ഒന്നും സൈലൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും, ഒന്നുകൂടി ഹീലിംഗ് നടക്കും. ഏർലി മോർണിംഗ് എന്തുകൊണ്ട് എണീക്കാൻ പറയുന്നത്, പ്രകൃതി യൂണിവേഴ്സ് ആ സമയത്ത് കൂടുതൽ പ്രസൻറ്റ് ആവുന്ന സമയമാണ്. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ജോലി കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോൾ ചെയ്യൂ, മനസ്സിലായോ. ചിലവർ എന്നോട് മാനിഫെസ്റ്റേഷൻസ് ചോദിക്കാറുണ്ട്. മാനിഫെസ്റ്റേഷൻസ് ചെയ്യേണ്ട മെത്തേഡ് ലെവൽ 11 മെത്തേഡുണ്ട്, 555 മെത്തേഡുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, 55 പ്രാവശ്യം എഴുതി എന്നതല്ല. 55 പ്രാവശ്യം എഴുതുമ്പോൾ കിട്ടും, ദൈവമേ ഇനി കിട്ടില്ലേ, ഇങ്ങനെ എഴുതണമെങ്കിൽ 55 പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം എഴുതിയാലും കിട്ടില്ല. നമ്മളത് ചെയ്യുമ്പോൾ ലെറ്റ് ഗോ ചെയ്ത് കംപ്ലീറ്റ്ലി അതിലേക്ക് ഫോക്കസ് ചെയ്യണം, മനസ്സിലായോ. ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ചസും വരില്ല. ട്രസ്റ്റ് മീ. എനിക്കുണ്ടായിരുന്ന കാര്യം ഞാൻ പറയുന്നത്, എൻ്റെ ലൈഫിലുണ്ടായിരുന്ന തെറ്റുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്.
അത് തിരുത്തിയപ്പോൾ എൻ്റെ ലൈഫ് ഈ സൂപ്പർ. മനസ്സിലായോ? അപ്പോൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. എപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ് നിങ്ങളെപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. ഇന്നലെ അല്ലെങ്കിൽ ഓരോ നിമിഷം എന്നും ഞാൻ പറയാറുണ്ട്, ഹീലിങ്സിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞേ ബുക്ക് ഉണ്ടായിരിക്കും, പെന്നും ഉണ്ടായിരിക്കും. കാരണം ചില സമയത്ത് എനിക്ക് ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ചില ഡൗൺലോഡ്സ് വരുമ്പോൾ അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ ഞാൻ എഴുതി വെക്കും. എന്തെങ്കിലും പറയാനുള്ള യൂട്യൂബിലേക്ക് ഇടുന്ന കണ്ടൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിസ്റ്റംസ് വന്നതായിരിക്കാം, അപ്പം നോട്ട് ഡൗൺ ചെയ്തതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ബുക്കും പെന്നും വയ്ക്കുക. എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ ഇന്നുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾ കൂടാതെ മോശപ്പെട്ട കാര്യങ്ങൾ, എന്ത് ട്രിഗറാണ് വന്നത്, ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യുക. സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടേക്കാണ് പ്രശ്നം. പുറത്തുനിന്ന് ട്രിഗർ കിട്ടിയിട്ടുണ്ട്, ഒരാൾ വന്ന് നല്ല ചീത്ത പറഞ്ഞു നിങ്ങളെ. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളെ എവിടേക്കോ എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. മേ ബി നിങ്ങൾ പണ്ടെങ്ങനെയും കോപ്പി അടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് ഞാൻ അവിടെ പറ്റിച്ചത്. അങ്ങനെ പല കാര്യങ്ങളും. ചിലവർക്ക് കുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഹീലിങ്സിന് വരാറുണ്ട്. ഇവർ ചിലപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ പീരീഡ്സ് പെയിൻ, പീരീഡ്സ് ക്രാംസ് ഒക്കെ അനുഭവിക്കുന്ന സമയത്തോ ദൈവമേ ഈ പീരീഡ്സ് വരുമല്ലോ അങ്ങനെ കുറേ ഭ്രാഗിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു എനർജി അവിടെ പോയി തട്ടി യൂട്രസും അല്ലെങ്കിൽ സാക്രലിൽ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികളില്ലാത്ത അവസ്ഥയിൽ വരെ ഫെർട്ടിലിറ്റി വരെ ചിലപ്പോൾ നിങ്ങളവിടെ ഫോർഗിനസ് ചെയ്യാൻ വേണ്ട. ആ ഫോർഗിനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും, സാക്രൽ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാറും. അപ്പം ഇങ്ങനെ നിങ്ങളുടെ ഓരോ പ്രവർത്തികളാണ് നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജസ്. മനസ്സിലായി? ഞാൻ കൂടുതൽ നെഗറ്റീവ് ഇമോഷൻസാണ് പറയാറ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയാറ്. ദൈവം ഇത് കിട്ടും, പ്രോബ്ലംസ് ഉണ്ടോ? ഞാൻ എപ്പോഴും പ്രോബ്ലംസ്, ബ്ലോക്ക്, ഇതൊക്കെ വേർഡ്സ് ഞാൻ കൈൻഡ്ലി യൂസ് ചെയ്തായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഹാപ്പിനെസ്, ഇന്നർ പീസ്, ഓൾവേസ് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി എൻ്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ നെഗറ്റീവ് തോട്ട്സ് അപ്പോൾ പറയും ക്യാൻസർ റിവേഴ്സ് ടെക്നിക്ക് ഞാൻ ചെയ്യാൻ തുടങ്ങി. റിവേഴ്സ് ടെക്നിക്ക്, അഡ്വാൻസ് ഓപ്പൺ ടെക്നിക്സ്, ഇതൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മണി ചെക്ക് ഞാൻ ഒരു മാസം യൂസ് ചെയ്യുമ്പോഴേക്കും എൻ്റെ പൈസ വന്നത് എനിക്ക് ഇപ്പോഴും അത് അത്ഭുതം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ വീഡിയോ വോയിസ് നോട്ട് അയക്കുന്നത്. കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ നിങ്ങളിത് കേൾക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് കുറേ വിസ്ഡംസ് കിട്ടും. വിസ്ഡംസ് വേണം, അല്ലാതെ കുറേ ബുക്ക് വായിക്കുന്നു, കുറേ ബുക്സ് വായിക്കും. ചോദിച്ചു ഞാൻ ഈ ബുക്ക് വായിച്ചു, പക്ഷേ ലൈഫിൽ ഇതൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. ലൈഫിൽ അപ്ലൈ ചെയ്യാതെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ചേഞ്ചസ് വരാം? കുറേ അറിവുണ്ടായിട്ട് കാര്യമില്ല. വിസ്ഡം, ചൂസ് വൈസ്ലി. എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ ഈ ഒരു വിസ്റ്റംസ് യൂസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എങ്ങനെ അലൈൻമെൻറ്റിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അലൈൻമെൻറ്റിലേക്ക് നല്ല രീതിയിൽ വരിക. സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പോയിൻറ്റ്സാണ് അത് കേൾക്കുക. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷനാണെങ്കിൽ ഒരു ഹീലറിൻ്റെ തേടുക. അതിനൊക്കെയല്ലേ ഹീലേഴ്സും യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഷാമൻസ്, ഹീലേഴ്സ്, ലൈറ്റ് വർക്കേഴ്സ്, സ്റ്റാർ സെയ്റ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് തരാനാണ്. കാരണം അവരൊക്കെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ചൈൽഡ്ഹുഡ്സ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഭയങ്കര സ്കാറ്റേർഡായിട്ട് അതിൽ നിന്ന് കുറേ അനുഭവങ്ങൾ, ലൈഫ് എക്സ്പീരിയൻസസും പഠിച്ച് ആ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് വാല്യുബിൾ അല്ലാതെ പോകില്ല. ട്രസ്റ്റ് മീ. മനസ്സിലായി? അപ്പോൾ അലൈൻമെൻറ്റിലേക്ക് എപ്പോഴും വരാൻ ശ്രമിക്കുക. ഹീലിങ്സ് എടുക്കുന്നിടത്ത് ഹീലിങ്സ് എടുക്കുക. സബ് കോൺഷ്യസ് റീപ്രോഗ്രാം സൂപ്പറാണ്. ഞാനത് ഇപ്പം ഒരു 1-2 അത്ര പോലും മാസങ്ങളായിട്ടില്ല ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ തന്നെ എൻ്റെ ചേഞ്ചസ് എനിക്ക് സത്യം 3-4 കൊല്ലമായിട്ട് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്ത സംഭവമാണ് നടന്നത്. അതെനിക്ക് എന്താ പറയുക, അത് ഭയങ്കര എനിക്ക് എൻ്റെ ഒരു വലിയൊരു ഹാപ്പിനെസ്സാണ്, എൻ്റെ ഇന്നർ പീസാണ്. അത് യൂണിവേഴ്സ് എനിക്ക് കൊണ്ടു തന്നു. ബിക്കോസ് യൂണിവേഴ്സിനെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ്. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്. ഞാനത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് എനിക്കറിയാം. കൊടുക്കേണ്ട സമയത്ത് മന്ത്ലി കിട്ടേണ്ട പേയ്മെൻറ്റ്സ് ആ ഒരു സമയത്ത് ഇത്ര എമൗണ്ടൊക്കെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം വീട്ടിൽ പാരൻസ് വർക്കിംഗ് അല്ല. അപ്പോൾ ആദ്യം എനിക്ക് ഡൗട്ട് ആയിരുന്നു എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു എനർജി പോലത്തെ തന്നെ സഫർ ചെയ്യാൻ കുറേ കാര്യങ്ങൾ വന്നു. എപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്? യെസ്, എന്നെക്കൊണ്ട് സാധിക്കും. ഞാൻ ഡിവൈൻലി കണക്റ്റഡ് ആണ്. ഡിവൈൻ എന്നെ ഏൽപ്പിച്ച സോൾ പർപ്പസ് പ്യുവറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഇന്ന് വരെ പൈസയ്ക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ കൊടുക്കേണ്ട പേയ്മെൻറ്റ്സ്, റെൻറ്റ് എല്ലാം ആ കറക്റ്റ് സമയത്ത് വന്നൊക്കെ സെറ്റാവും. അതൊക്കെ മിറാക്കിളാണ്. കൊടുക്കേണ്ട 2 ദിവസം മുന്നേ വരെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പക്ഷേ 2 ദിവസം കൊണ്ട് ആ വലിയ എമൗണ്ട് പെട്ടെന്ന് എവിടുന്നാണ് വരുന്നത് എന്നറിയാം. ഞാൻ ആരെയും കടം വാങ്ങുക ഒന്നുമല്ല, എൻ്റെ ഈ സോൾ പർപ്പസിലൂടെ കിട്ടുന്നതാണ് എനിക്ക്. മനസ്സിലായോ?
സോ അതൊക്കെ എനിക്ക് വളരെ ഹാപ്പിനെസ്സാണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് ഓറ പ്രൊട്ടക്റ്റഡ് ആണ്. ഞാനിത് പറയുന്നത് കൊണ്ട് എനിക്കൊരു നെഗറ്റിവിറ്റിയും വരില്ല. ഇത് കേൾക്കുമ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന കുറേ പേർക്ക് ഒന്നുകൂടി പ്രചോദനമായിരിക്കും. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അങ്ങനെ പല രീതിയിൽ പ്രോബ്ലംസസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റുക, എനർജി വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ അവർ വളരെ ടോക്സിക്കാണ്, അവർ റിമൂവ് ചെയ്ത് പോവും. ഇല്ലെങ്കിൽ അവരും ഒരു സോൾമേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെയും എൻ്റെ പാരൻസ് കുറച്ച് നാർസിസിസ്റ്റ് ആൻഡ് ടോക്സിക് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അവരിപ്പോൾ ഒരു മുക്കാലും സോൾമേറ്റിലേക്ക് കൺവേർട്ടഡ് ആയി. അത് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്തത്, എൻ്റെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ കുറച്ച് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്, കൈൻഡ്ലി ക്ഷമിക്കണം. പക്ഷേ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു എന്ന് മാക്സിമം കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. യൂണിവേഴ്സ് ഈസി ആൻഡ് എഫേർട്ട്ലെസ് എൻ്റെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദി എന്ന് നിങ്ങൾ ഇന്ന് അഫേം ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.